പ്രിയ യാത്രികരെ, ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഒരു യൂറോപ്യൻ ട്രിപ്പിന് പ്ലാൻ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. GTHൻ്റെ ട്രെയിൽസ് ഓഫ് യൂറോപ്യൻ യാത്ര. മെയ് 4 പുറപ്പെടുന്ന ഈ യാത്ര 13 ദിവസത്തെ ജേണിയാണ്. 13 ഡേയ്സ് ട്രിപ്പിൽ 7 രാജ്യങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനാണ് ഇതിൽ ഞാൻ ട്രൈ ചെയ്യുന്നത്, നിങ്ങൾക്ക് പറഞ്ഞ് കൺവേ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത്. മെയ് 4 കൊച്ചിയിൽ നിന്നും ദോഹ വഴി പാരീസിലേക്കുള്ള ഖത്തർ എയർവൈസിൻ്റെ ഫ്ലൈറ്റിലാണ് നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ദോഹയിൽ ഒരു 2.5 മണിക്കൂറിൻ്റെ ട്രാൻസിറ്റ് സമയത്തിന് ശേഷം പാരീസിൽ ഒരു 3 മണിയോടുകൂടി ലാൻഡ് ആവും. അന്നത്തെ നൈറ്റ് പാരീസിൽ സ്റ്റേ ചെയ്യുന്നു. സെക്കൻഡ് ഡേ മെയ് 5 പാരീസിലെ സിറ്റി ടൂറും ഐഫൽ ടവറും സീൻ റിവർ ക്രൂസും അടങ്ങുന്ന ഒരു അത്യുഗ്രൻ ഡേ ട്രിപ്പ്. അതിൻ്റെ കൂടെ ലഞ്ചിനൊരു ഫ്രഞ്ച് ക്യുസീനും. അന്നത്തെ നൈറ്റ് നമ്മൾ പാരീസിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ 2 നൈറ്റ് പാരീസ്. മെയ് 6 പാരീസിൽ നിന്നും ബെൽജിയത്തിൻ്റെ ക്യാപിറ്റലായ ബ്രുസൽസിലേക്കുള്ള യാത്രയാണ്. 250 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമ്മൾ വോൾവോയോ സ്കാനിയോ അതുപോലെ മെഴ്സിഡസിൻ്റെയൊക്കെ കോച്ചിലാണ് കംഫർട്ടബിളായിട്ട് ട്രാവൽ ചെയ്യുന്നത്. 3.5 മണിക്കൂർ കൊണ്ട് പാരീസിൽ നിന്നും ബ്രുസൽസിലെത്തുന്നു. ബ്രുസൽസിലെത്തിയതിന് ശേഷം ഒരു ലഞ്ച്, അത് ലോക്കൽ ലഞ്ച് ആവാം. ആ ലഞ്ച് കഴിച്ചതിന് ശേഷം ബ്രുസൽസ് സിറ്റി ടൂർ കവർ ചെയ്തുകൊണ്ട് ആംസ്റ്റർഡാമിലേക്കുള്ള യാത്രയാണ്. ബ്രുസൽസ് ടു ആംസ്റ്റർഡാം 2.5 മണിക്കൂറിൻ്റെ യാത്രാ ദൈർഘ്യമാണ് വരുന്നത്. അങ്ങനെ നമ്മൾ 3-ാമത്തെ നൈറ്റ് ആംസ്റ്റർഡാമിൽ സ്റ്റേ ചെയ്യുന്നു. അടുത്തത് ഡേ 6 ആണ്. ഡേ 6 ആംസ്റ്റർഡാമിൽ സിറ്റി ടൂറും തുലിപ്പ് ഗാർഡനും കനാൽ ക്രൂയിസും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ആംസ്റ്റർഡാമിൽ തന്നെ താമസിക്കുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം, ആംസ്റ്റർഡാമിൽ 2 നൈറ്റ് കൊടുക്കുന്നതുകൊണ്ട് ഈ പ്രോഗ്രാം ഏറ്റവും വെൽ സ്ട്രക്ചേർഡായി മാറുന്നു, റിലാക്സ്ഡ് ആവുന്നു, ഒരു കൺവീനിയൻറ്റ് ജേർണി നിങ്ങൾക്ക് സമ്മാനിക്കുന്നു എന്നുള്ളതാണ്. 2 നൈറ്റ് തീർച്ചയായും വേണം, എങ്കിൽ മാത്രമേ ഈ തുലിപ്പ് ഗാർഡനിൽ നിങ്ങൾക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കനാൽ ക്രൂയിസും സിറ്റി ടൂറും കണ്ട് അവിടെ മാക്സിമം ടൈം സിറ്റിയിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് ആംസ്റ്റർഡാം എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ 2 നൈറ്റ് മാൻഡേറ്ററി ആണ്. അതുകൊണ്ട് തന്നെ ട്രെയിൽസ് ഓഫ് യൂറോപ്പിൽ ആംസ്റ്റർഡാമിൽ 2 നൈറ്റ് ഇട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ വന്നാൽ മെയ് 4 പാരീസ്, 5 പാരീസ്, 6 ആംസ്റ്റർഡാം, 7 ആംസ്റ്റർഡാം. ഇനി മെയ് 8 ആംസ്റ്റർഡാമിൽ നിന്നും ബൊപ്പാഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ട്രാവലാണ്. ഇൻ ബിറ്റ്വീൻ കൊളോണിലെ കത്തീഡ്രലും കണ്ടുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ബൊപ്പാഡിൽ നിന്നും ഒരു ജർമ്മൻ ഫെറി എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരുവാണ്. 1.5 മണിക്കൂറിൻ്റെ ഫെറിയാണ് ജർമ്മനിയിൽ. ഈ ഫെറി സെയിൻറ്റ് വോഗർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് ഹൈഡൽബർഗിന് അടുത്തുള്ള ഒരു സിറ്റിയാണ്. ഹൈഡൽബർഗിൽ നിന്ന് ഏതാണ്ട് ഒരു 40 മിനിറ്റ്സ് ഡിസ്റ്റൻസുള്ള സിറ്റിയാണ്. അന്നത്തെ നൈറ്റും ഹൈഡൽബർഗിൽ താമസിക്കുന്നു. നിങ്ങൾക്ക് ഈ ഇത്രയും ദിവസം ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ 6 ദിവസം നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നമ്മൾ എത്ര സമയം കോച്ചിൽ ഇരിക്കുന്നുണ്ട്, വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്, എത്ര സമയമാണ് നമ്മൾ പുറത്ത് സൈറ്റ് സീയിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഐറ്റിനറി ക്യൂറേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൂടുതൽ സമയം നമ്മൾ സൈറ്റ് സീയിങ് സ്പോട്ടിലും കുറഞ്ഞ സമയം കോച്ചിനകത്തും എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് നമ്മൾ ഹൈഡൽബർഗിൽ അന്നത്തെ ദിവസം സ്റ്റേ ചെയ്യുന്നു. നെക്സ്റ്റ് ഡേ ഹൈഡൽബർഗ് ടു സ്യൂറിക്കിലേക്കുള്ള യാത്രയാണ്. മനോഹരമായൊരു യാത്ര. ജർമ്മൻ വില്ലേജുകളിലൂടെ ബ്ലാക്ക് ഫോറസ്റ്റ് റീജിയനിലൂടെയുള്ള യാത്ര. ടിറ്റിസി ലേക്കും കണ്ട് റൈൻ ഫോൾസിലെ ബോട്ടിങ്ങും എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് നമ്മൾ സ്യൂറിക്കിലെത്തുന്നത്. അന്നത്തെ ദിവസം യാത്ര എന്ന് പറയുന്ന ഒരു ട്രാവൽ ടൂർ കൺസെപ്റ്റിൽ അതിൻ്റെ ഒരു കോമ്പിനേഷൻസ് ആണ് ആ ഡേയിൽ കിട്ടുന്നത്. അന്ന് നമ്മൾ സൂറിക്കിലെത്തുന്നു. നെക്സ്റ്റ് ഡേ സ്യൂറിക്കിൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സൈറ്റ് സീയിങ് ആണ്. മൗണ്ട് ഇറ്റ്ലിസ് ടൂർ, ആബ്സ് മൗണ്ടൻ. ഒരു ഹാഫ് ഡേ എടുത്തുകൊണ്ട് നമ്മൾ മൗണ്ട് ഇറ്റ്ലിസ് എക്സ്പീരിയൻസ് ചെയ്യും. അതിനുശേഷം ലുസേൺ എന്ന് പറയുന്ന സിറ്റിയിൽ ഷോപ്പിങ്ങിനുള്ള അറേഞ്ച്മെൻറ്റ്സിനുള്ള സമയവും കൂടെ നിങ്ങൾക്ക് കിട്ടുന്നു. അന്നും നിങ്ങൾ സ്യൂറിക്കിൽ സ്റ്റേ ചെയ്യുന്നു. സോ ടോട്ടൽ 2 നൈറ്റ് പാരീസ്, 2 നൈറ്റ് ആംസ്റ്റർഡാം, 1 നൈറ്റ് ജർമ്മനിയിലെ ഹൈഡൽബർഗ്, 2 നൈറ്റ് സ്വിറ്റ്സർലാൻഡിലെ സ്യൂറിക്കിൽ സ്റ്റേ ചെയ്യുന്നു. ഡേ 8 സ്വിറ്റ്സർലാൻഡിലെ സ്യൂറിക്കിൽ നിന്നും സ്യൂറിക്കിൽ നിന്നും
ഇൻസ്ബ്രൂക്കിലേക്കുള്ള യാത്രയാണ്. ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആൽപ്സ് മൗണ്ടനിലൂടെയുള്ള യാത്രയാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ മൗണ്ടനൊക്കെ സ്നോ കവേർഡായി നിൽക്കും. അതിൻ്റെ 2 സൈഡിലും നിങ്ങൾക്ക് മനോഹരമായ ആൽപ്സിൻ്റെ വ്യൂ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻ ബിറ്റ്വീൻ ലിറ്റിൻസ്റ്റീൻ എന്ന് പറയുന്ന വളരെ ടൈനി ആയിട്ടുള്ള ഒരു രാജ്യത്തിലൂടെയാണ് നമ്മളുടെ യാത്ര. അതിൻ്റെ ക്യാപിറ്റൽ വഡൂസ് ആണ്. അവിടെ 1.5 മണിക്കൂർ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഒരു കോഫി ബ്രേക്കാണ്. കൂടാതെ ആ സിറ്റി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരവസരവും കൂടെ നിങ്ങൾക്ക് അതിൽ കിട്ടുന്നു. നേരെ നമ്മൾ ഇൻസ്ബ്രൂക്കിലെത്തുന്നു. ഇൻസ്ബ്രൂക്കിലെ സരോസ്കി ക്രിസ്റ്റൽ മ്യൂസിയവും കണ്ടുകൊണ്ട് അവിടെ റിലാക്സ് ചെയ്ത് അന്നത്തെ നൈറ്റ് അവിടെ താമസിക്കുന്നു. ഡേ 9 വന്നാൽ ഇൻസ്ബ്രൂക്കിൽ നിന്നും നമ്മൾ ഓസ്ട്രിയയിലെ ഇൻസ്ബ്രൂക്കിൽ നിന്നും ഇറ്റാലിയൻ പാർട്ടായ വെനീസിലേക്കുള്ള യാത്രയാണ്. ഇതൊരു 4.5 മണിക്കൂറിൻ്റെ ജേണി ഉണ്ട്. 4.5 മണിക്കൂറിൻ്റെ ജേർണി ഒന്നും യൂറോപ്പിലൊരു വലിയ യാത്രയല്ല. എല്ലാ 2 മണിക്കൂറിലും നമുക്ക് 20 മിനിറ്റ്സ് കോഫി ബ്രേക്ക് കിട്ടും. ഒരു ഗ്യാസ് സ്റ്റേഷനിലാണ് നിർത്തുന്നത്. അവിടെ നിർത്തിക്കൊണ്ട് കോഫി കഴിച്ച് വാഷ്റൂമൊക്കെ പോയി നമുക്ക് അതിൻ്റെ ചുറ്റുപാടും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും കൂടെ ഈ 20 മിനിറ്റ്സിൽ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഗ്യാസ് സ്റ്റേഷൻ ബ്രേക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ 4.5 മണിക്കൂർ കൊണ്ട് നമ്മൾ വെനീസിലെത്തുന്നു. വെനീസിലെത്തിയിട്ട് അവിടുന്ന് ലഞ്ച് കഴിഞ്ഞതിന് ശേഷം വെനീസിലെ സെൻറ്റ് മാർക്ക് സ്ക്വയറിലേക്ക് നമ്മൾ ബൈ ബോട്ട് യാത്ര ചെയ്യുകയാണ്. അത് ഏകദേശം ഒരു 3 മണിക്കൂറോളം ഒരു വെനീഷ്യൻ ടൂർ നിങ്ങൾക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ അന്ന് വെനീസിൽ താമസിക്കുന്നു. ഡേ 10 വെനീസ് ടു പിസായിലേക്കുള്ള യാത്രയാണ്. പിസയും ഈ കൊളോസിയവും, റോമിലെ കൊളോസിയം ഒക്കെ മസ്റ്റ് സീ അട്രാക്ഷനാണ്. കുറേ ആൾക്കാർ ഇറ്റലി പോകുന്നുണ്ട്, ഇതൊന്നും കാണാതെ വെനീസിൽ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. പൈതൃകമായ ഇതുപോലെയുള്ള വേൾഡ് വണ്ടറിൻ്റെ ലിസ്റ്റിൽ വന്നിട്ടുള്ള സ്ഥലങ്ങളൊന്നും നിങ്ങൾക്ക് കാണേണ്ടേ എന്നാണ് എനിക്കുള്ള ചോദ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പിസയൊന്നും ഇല്ലാതെ നമ്മളൊരു പാക്കേജ് പോലും ലോഞ്ച് ചെയ്യാറില്ല. വെനീസിൽ നിന്നും പിസയിലേക്കുള്ള യാത്ര 3.5 മണിക്കൂറിൻ്റെ യാത്രയാണ്. പിസയിലെത്തി പിസായിലെ ഗോപുരം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണുന്നു. ഒരു 2.5 മണിക്കൂർ സമയമെടുത്ത് ആ ഗോപുരത്തിൻ്റെ ചുറ്റുപാടുകളൊക്കെ കണ്ട് അവിടുന്ന് ലഞ്ചും കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ ഇറ്റലിയിലെ ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യണം. യൂറോപ്പിലെ ബുള്ളറ്റ് ട്രെയിൻ മണിക്കൂറിൽ 250 to 300 കിലോമീറ്റർ സ്പീഡ് വരെ ഓടുന്ന ട്രെയിനിലാണ് നിങ്ങൾ പിസായിൽ നിന്നും റോമിലേക്ക് യാത്ര ചെയ്യുന്നത്. ശരിക്കും ഈ കോച്ചിന് തന്നെ നിങ്ങൾക്ക് റോമിലേക്ക് പോയാൽ മതിയായിരുന്നു, ബട്ട് പറ്റില്ല. ഞങ്ങളതൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രെയിൻ നിങ്ങൾക്ക് വേണ്ടി അവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അന്ന് നമ്മൾ റോമിലെത്തുന്നു, റോമിൽ സ്റ്റേ ചെയ്യുന്നു. അവസാനത്തെ ദിവസം റോമിൽ ഫുൾ ഡേ ടൂറാണ്. ഈ ഫുൾ ഡേ ടൂറിൽ കൊളോസിയം, വത്തിക്കാനും, സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയും, റോമിലെ സിറ്റി ടൂറും, റോമിലെ ഷോപ്പിങ്ങും എല്ലാം ഉൾപ്പെടെ ആ ഒരു ദിവസം അവിടെ ഫുള്ളി എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് അവിടെ അന്ന് താമസിക്കുന്നു. 2 നൈറ്റ് റോം. ഇതൊക്കെ കഴിഞ്ഞ് 12ാമത്തെ ദിവസം റോമിൽ നിന്നു തന്നെ ഖത്തർ എയർവൈസിൻ്റെ ഫ്ലൈറ്റിന് തിരിച്ച് കൊച്ചിയിലേക്ക് വരുന്നതാണ് ഈ ഒരു ഐറ്റിനറി. ഈ ഒരു ഐറ്റിനറി ഞങ്ങൾ ക്യൂറേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്തൊരു കാര്യം കസ്റ്റമേഴ്സിന് വെറുതെ ഒരു യാത്രയാണ്, യൂറോപ്പിനെ തൊട്ട് വരിക എന്നുള്ള കൺസെപ്റ്റ് നമുക്കൊന്ന് മാറ്റിയെടുക്കണം എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ 11 നൈറ്റിൻ്റെ ഹോട്ടൽസിലും 2 നൈറ്റ് വെച്ച് പാരീസും, 2 നൈറ്റ് വെച്ച് ആംസ്റ്റർഡാമും, 2 നൈറ്റ് വെച്ച് സ്വിറ്റ്സർലാൻഡിലെ സ്യൂറിക്കും, 2 നൈറ്റ് വെച്ച് ഇറ്റലിയിലെ റോമിലും വെച്ചിരിക്കുന്നു. ബാക്കി 3 നൈറ്റ് മാത്രമേ വെനീസിൽ 1 നൈറ്റും ഇൻസ്ബ്രൂക്കിൽ 1 നൈറ്റും നമ്മൾ ഇട്ടിരിക്കുന്നതുള്ളൂ. ഇൻസ്ബ്രൂക്കിലും ഹൈഡൽബർഗിലും, ജർമ്മനിലെ ഹൈഡൽബർഗിലും ഓരോരോ നൈറ്റ് വെച്ചിട്ട് ബാക്കി എല്ലാം തന്നെ 2 നൈറ്റാണ്. ദ മോസ്റ്റ് റിലാക്സ്ഡ്, കൺവീനിയൻറ്റ്, അവൈലബിൾ ഐറ്റിനറി ഇൻ ദിസ് സമ്മർ സീസൺ ഈസ് ദ ട്രെയിൽസ് ഓഫ് യൂറോപ്പ് ഡൺ ബൈ GTH. യൂറോപ്പ് ട്രിപ്പ് പ്ലാനിങ്ങിനായി ഞങ്ങളെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ സേഫ് ജേർണി എവറിബഡി.